അതുപോലെ തന്നെ written statement filed by the 7th additional defendant, Knanaya Katholika Congress, having its office at Chaitanya, Tellagam, Kottayam, through its president Stephen George, ex-MLA, Veliyeth House, Kurumullur PO, Kottayam, under Order 8 of the Code of Civil Procedure 1908. ഇത് പ്രകാരം KCCയുടെ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ സ്റ്റീഫൻ ജോർജ് ഫയൽ ചെയ്തിരിക്കുന്ന റിട്ടേൺ സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എത്രമാത്രം പിന്നീട് ജഡ്ജ്മെന്റുകളെ ബാധിച്ചിട്ടുണ്ട് എന്നത് നമുക്ക് കാണാവുന്നതാണ്. ഉദാഹരണത്തിന് അദ്ദേഹം സമർപ്പിച്ച ആക്ഷേപത്തിലെ 3ാമത്തെ പാരഗ്രാഫിന്റെ അവസാന ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നു, ദി ആർച്ച് ബിഷപ്പ് of Kottayam is the religious head of the Knanaya community and he has power for enforcing discipline and keeps the denomination together as an entity. The purity of the fellowship is secured by the removal of persons who had rendered themselves unfit and unsuitable for membership of the sect. The power of excommunication or not accepting a non-Knanaya for the purpose of ensuring the preservation of the community has therefore a prime significance in the religious life of every member of the Knanaya community. ഇവിടെ ദയവ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എക്സ്കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ ഓസ്ട്രാസിസം അല്ലെങ്കിൽ ഔസ്റ്റർ എന്നൊക്കെ പറയുന്ന ഈ വാക്കുകൾ ഏത് ഘട്ടത്തിലാണ് അത് നെഗറ്റീവായി ഉപയോഗിക്കുന്നതാണ്. ഒരാളുടെ ഹ്യൂമൻ റൈറ്റ്സിനെ, അയാളുടെ ലീഗൽ റൈറ്റ്സിനെ, അയാളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സിനെ എല്ലാം മറികടക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെല്ലാം വിഘാതമായി എതിരായി പ്രവർത്തിക്കുന്ന ഘടകങ്ങളാണ് ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ. അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ ആർച്ച് ബിഷപ്പ് ഇവിടെ പറഞ്ഞിരിക്കുന്ന റിലീജിയസ് ഹെഡ് മാത്രമാണ് എങ്കിൽ പോലും ഇൻ ഇഫക്റ്റ് അനുഭവത്തിൽ അദ്ദേഹമാണ് ഓരോ ക്നാനായക്കാരുടെയും ഉടമസ്ഥാവകാശമുള്ള വ്യക്തി എന്ന രീതിയിലാണ് പിന്നീടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഒരു കാര്യം, 2008 അദ്ദേഹം ഉണ്ടാക്കിയ നിയമസംഗ്രഹം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്നത്തെ ബിഷപ്പായിരുന്ന കുന്നശ്ശേരി ബിഷപ്പ് ഉണ്ടാക്കിയ നിയമസംഗ്രഹം അല്ലെങ്കിൽ നൽകിയ നിർവചനത്തിന് പകരമായി ഇദ്ദേഹം ഉണ്ടാക്കിയ ഒരു നിർവചനം. അതുപോലെ തന്നെ 2014 ഇദ്ദേഹം അങ്ങാടിയത്ത് ബിഷപ്പും കാർഡിനൽ ആലഞ്ചേരിയും ഇദ്ദേഹവും 3 പേർ കൂടി ഏർപ്പെട്ടിട്ടുള്ള ഒരു എഗ്രിമെന്റ്, ആ എഗ്രിമെന്റ് പ്രകാരം ഒരു പുരുഷൻ, ക്നാനായ പുരുഷൻ മറ്റൊരു രൂപതയിൽപ്പെട്ട സ്ത്രീയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കുടുംബം ഭാര്യയും മക്കളും മറ്റ് ഭാര്യയുടേതായിട്ടുള്ള രൂപതയിലും അല്ലെങ്കിൽ ഇടവകയിലും, പുരുഷൻ കോട്ടയം രൂപതയിൽ തന്നെ ഇടവക അംഗത്വം തുടരും എന്നാണ്. അതിൻ്റെ അർത്ഥം ആ പുരുഷൻ ഒരു കാരണവശാലും പോകുന്നില്ല എന്നതാണ്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് ബർത്ത് റൈറ്റ് ഉണ്ട്, അതുകൊണ്ട് അദ്ദേഹം പോകണ്ട എന്ന് ഒന്നും കൂടി സ്ഥാപിക്കുകയാണ്. അതുകൂടാതെ ഭാര്യയും മക്കളും സ്വാഭാവികമായി കുടുംബം എന്ന് പറയുന്നത് ഒരു യൂണിറ്റാണ്, ഇൻഡിവൈസിബിൾ യൂണിറ്റാണ്. അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിലും നിയമപരമായി നോക്കിയാലും ധാർമ്മികമായി നോക്കിയാലും ആത്മീയമായി നോക്കുകയാണെങ്കിൽ ഏതെല്ലാം രീതിയിൽ നമ്മൾ നോക്കിയാലും അത് രണ്ടും രണ്ടായി നിൽക്കുന്നത് ഒരു അഭംഗിയായതും നിയമപരമല്ലാത്തതുമാണെന്ന് മനസ്സിലാകുന്നത് കൊണ്ട് തന്നെ അവർ കോടതിയെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് അവരുടെ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാൻ എളുപ്പമുള്ളതാണ് എന്ന് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെട്ടത്. ഇങ്ങനെ ഈ എഗ്രിമെന്റിൽ ഏർപ്പെടാൻ കോട്ടയം മെത്രാന് ആരാണ് അധികാരം നൽകിയത് എന്നതാണ് അടുത്ത പ്രസക്തമായൊരു ചോദ്യം. കാരണം ഓരോ വ്യക്തിയും, ഓരോ ക്നാനായക്കാരനും അല്ലെങ്കിൽ ക്നാനായക്കാരിയും വ്യക്തിഗതമായ അവകാശങ്ങളും അധികാരങ്ങളും സ്വാതന്ത്ര്യവും ഉള്ള വ്യക്തികളാണ്.
ആ വ്യക്തികളുടെ വ്യക്തിഗത സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ട് എങ്ങനെയാണ്, ആര് നൽകിയ അധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 3 പേർ ഒരു ട്രൈ പാർട്ടി എഗ്രിമെന്റിൽ ഒപ്പിട്ടത് എന്ന് കാണുമ്പോൾ ആ കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇതൊരു പ്രീ മെഡിറ്റേറ്റഡ് സ്ട്രാറ്റജി ആയിരുന്നു, ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഗതിയായിരുന്നു എന്ന് നമുക്ക് കാണാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2015 ഈ കേസ് ബഹുമാനപ്പെട്ട കോട്ടയം സബ് കോടതിയിൽ ഫയൽ ചെയ്യുന്നു. ഞാൻ മുൻപ് പറഞ്ഞ ആവശ്യങ്ങൾക്കായിട്ട് ഫയൽ ചെയ്യുന്നു. കാരണം അവർക്കൊരു കാര്യം ഉറപ്പാണ്, ഈ 2014 ഈ ട്രൈ പാർട്ടി എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലും നിയമസംഗ്രഹത്തിൽ പറഞ്ഞിരിക്കുന്ന അതുകൂടാതെ ഈ ആക്ഷേപത്തിലും പറഞ്ഞിരിക്കുന്ന ബർത്ത് റൈറ്റിന്റെ കാര്യം പരിഗണിക്കുമ്പോൾ എങ്ങനെ വന്നാലും ഇവരുടെ ഹർജി ഇവർക്ക് അനുകൂലമായി മാറ്റാമെന്ന ഉറച്ച ബോധ്യമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇദ്ദേഹം പെരുമാറിയത്. അപ്പോൾ ഈ 2014 എഗ്രിമെന്റ് കഴിഞ്ഞ 2015 മാത്രം ഈ കേസ് ഫയൽ ചെയ്യാനൊരു കാരണം എന്താണ്? 91 രജിസ്റ്റർ ചെയ്ത നവീകരണ സമിതി ഒരു സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്ത ഈ സൊസൈറ്റിയാണ് പരാതിയിലെ 1-ാം കക്ഷി, അതിന്റെ പ്രസിഡന്റ് 2-ാം കക്ഷി, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ 91 രജിസ്റ്റർ ചെയ്ത ഈ സൊസൈറ്റി എന്തുകൊണ്ട് 2015 മാത്രം ഒരു കേസുമായി വരുന്നു എന്നുള്ളതും വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. 2014 ട്രൈ പാർട്ടി എഗ്രിമെന്റ് ഇവർക്ക് അതിനു വേണ്ട മുഴുവൻ വെള്ളവും വളവും നൽകി എന്നുള്ളതാണ് സത്യം. അങ്ങനെ പൂർണ്ണമായും ആ കേസ് ഇങ്ങനെയല്ല. ആ കേസിന്റെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏറ്റവും താഴത്തെ കോടതിയിൽ ഒരു കേസ് ഹർജി നൽകുന്ന ആ കോടതിയിലാണ്, ആ വിചാരണ കോടതിയിലാണ് ഒരു കേസ് ബിൽട്ടപ്പ് ചെയ്യുന്നത്, ഒരു കേസ് മോൾഡ് ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ രേഖകൾ സമർപ്പിക്കുന്നത്, അവിടെയാണ് നമ്മളുടെ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തുന്നത്. ഇത് മാർക്ക് ചെയ്യുന്ന ഈ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് വാഗ്വാദം ആ കോടതിയിൽ നടക്കുന്നത്. അങ്ങനെ പൂർണ്ണമായും ഒരു കേസ് ഷേപ്പ് ചെയ്ത് ശരിയായ രീതിയിൽ ഒരു പരാതിയും ആ പരാതിക്ക് എതിരായി വരുന്ന ആക്ഷേപവും എല്ലാം കൺസിഡർ ചെയ്ത് ഗിവൺ കേസിൽ, കോടതിയുടെ മുൻപാകെ ഉള്ള ഒരു കേസിൽ അതിൽ ഏതെല്ലാം കാര്യങ്ങൾക്കാണോ കോടതി ഉത്തരം കണ്ടെത്തേണ്ടത്, അങ്ങനെ ഉത്തരം കണ്ടെത്തിയാണ് ഒരു ജഡ്ജ്മെന്റ് വരുന്നത്. ആ ജഡ്ജ്മെന്റ് പൂർണ്ണമായും നമുക്ക് സമുദായത്തിനെതിരായി വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അപ്പീൽ ഫസ്റ്റ് അപ്പലറ്റ് കോർട്ടായ കോട്ടയം അഡീഷണൽ ഡിസ്ട്രിക്ട് കോർട്ടിൽ ഫയൽ ചെയ്തു. അവിടെ പുതുതായി കുറേ കക്ഷികൾ KCCNA വേണ്ടിയും KSSS എന്ന് പറയുന്ന സംഘടനയ്ക്ക് വേണ്ടി അങ്ങനെ പല വ്യക്തികളും സംഘടനകളും അവിടെ കക്ഷി ചേർന്ന് അപ്പീലിൽ വാദം നടത്തുകയുണ്ടായി. ഏകദേശം 1 മാസത്തിലധികം അവിടെ തുടർച്ചയായി ആ കേസ് അവിടെ നടത്തിയെങ്കിലും താഴത്തെ കോടതിയിൽ പൂർണ്ണമായും ഇവരുടെ ആവശ്യത്തെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വിധി വന്ന സ്ഥിതിക്ക് മോളിൽ അപ്പീൽ കോടതിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നു ചേർന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മറ്റു മാർഗങ്ങളില്ലാതെയാണ് റെഗുലർ സെക്കൻഡ് അപ്പീൽ 656/2024 ഫയൽ ചെയ്തത്. രൂപത അപ്പലൻ്റായി അവിടെ ഫയൽ ചെയ്തു. മറ്റ് കക്ഷികളുമൊക്കെ അതിൽ ഉണ്ടായിരുന്നു. വളരെ ആത്മാർത്ഥമായി തന്നെ മറ്റ് അഭിഭാഷകരെല്ലാം ഇതെങ്ങനെയെങ്കിലും ഈ ഹർജിക്കാരുടെ ആവശ്യം നിരാകരിക്കുന്നതിന് വേണ്ടിയും യഥാർത്ഥത്തിൽ വസ്തുതാപരമായി നിലനിൽക്കുന്ന ഈ ആചാരം അല്ലെങ്കിൽ ഈ അനുഷ്ഠാനങ്ങളെല്ലാം, അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, customs and traditions have got force of law as long as it is not against the public order, constitutional morality and public health എന്നാണ് പറയുന്നത്. ഇത് ഒരു അനുഷ്ഠാനം അത് പൊതുജീവിതക്രമത്തിനോ അല്ലെങ്കിൽ ഭരണഘടനയുടെ ധാർമ്മികതയ്ക്കോ പൊതുജനാരോഗ്യത്തിനോ ഒന്നും എതിരില്ല എങ്കിൽ അതിന് നിയമപ്രാബല്യമുണ്ട്, നിയമത്തിന്റെ ബലമുണ്ട് എന്നതാണ് നിലവിലുള്ള നിയമം. അതനുസരിച്ചിട്ടാണെങ്കിലും
സ്വാഭാവികമായും ഈ എൻഡോഗമി എന്ന് പറയുന്നത് ഇതുപോലെ നിഷേധിക്കുവാൻ പാടുള്ള ഒരു കാര്യമല്ല. ഒന്നാം അപ്പലറ്റ് കോടതിയിൽ, ഫസ്റ്റ് അപ്പലറ്റ് കോടതിയിൽ നമ്മുടെ എൻഡോഗമി ഒരു വാലിഡ് കസ്റ്റമാണെന്ന് കണ്ടു. എന്നാൽ റെഗുലർ സെക്കൻഡ് അപ്പീലിലെ വിധിപ്രകാരം അതും എടുത്ത് കളഞ്ഞിരിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ഈ കോടതിയിലെ വിധി അത് ക്നാനായ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ക്നാനായ സമുദായത്തിൻ്റെ അനിവാര്യമായ അനുഷ്ഠാനമായിട്ടുള്ള സ്വവംശ വിവാഹനിഷ്ഠ എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ കടക്കൽ കത്തിവെച്ചിരിക്കുകയാണ്. ഇനിയാകെ നമ്മുടെ മുൻപിൽ ബാക്കിയുള്ളത് ഭരണഘടനയുടെ 136 അനുച്ഛേദ പ്രകാരമുള്ള സ്പെഷ്യൽ ലീവ് പെറ്റീഷനാണ്. അത് ഒരു ഡിസ്ക്രിഷണറി ജൂറിസ്ഡിക്ഷൻ ആണ്, ഡിസ്ക്രിഷണറി പവറാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതികൾക്ക് അതിനകത്തുള്ളത്. അത് അംഗീകരിക്കണമെങ്കിൽ മിസ്കാരേജ് ഓഫ് ജസ്റ്റിസ് ഉണ്ടായിരിക്കണം ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. ഗ്രേവ് മിസ്ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ലോ ഉണ്ടായിട്ടുണ്ട്, ദുർവ്യാഖ്യാനം, നിയമങ്ങളുടെ ശരിയായ വ്യാഖ്യാനം താഴത്തെ കോടതികളിൽ നടന്നിട്ടില്ല എന്നുള്ളതും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സമർത്ഥിച്ചെങ്കിൽ മാത്രമേ, അത് കോടതി അംഗീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ ഒരു 136 സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ കഴിയുകയുള്ളൂ.